ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ കത്തോലിക്ക പള്ളി തകർന്നതിന് പിന്നാലെ മാപ്പ് പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിൽ നൂറുകണക്കിന് സാധാരണക്കാർക്ക് അഭയം നൽകിയിരുന്ന ഹോളി ഫാമിലി കത്തോലിക്ക പള്ളിക്ക് നേരെയാണ് വ്യാഴാഴ്ച ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും ഒരു പുരോഹിതനുൾപ്പെടെ 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ അഗാധമായ ദുഃഖമുണ്ടെന്നും ടാങ്കിൽ നിന്നുള്ള ഷെല്ലുകൾ അബദ്ധത്തിൽ പള്ളിയിൽ പതിച്ചതാണെന്നും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് സങ്കടകരമാണെന്നും നെതന്യാഹു പറഞ്ഞു. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഒരു ഷെല്ലിൽ നിന്നുള്ള ഭാഗങ്ങൾ അബദ്ധത്തിൽ പള്ളിയിൽ പതിക്കുകയായിരുന്നുവെന്നും നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുവാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടെന്നുമാണ് സൈന്യത്തിന്റെ വിശദീകരണം. അതേസമയം ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റ് ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. ഹോളി ഫാമിലി കോമ്പൗണ്ടിൽ അഭയം തേടിയെത്തിയ സാധാരണക്കാരാണ് ആക്രമണത്തിന് ഇരയായത്. യുദ്ധം മൂലം വീടും സ്വത്തും കുടുംബാംഗങ്ങളെയെല്ലാം ഇതിനോടകം നഷ്ടമായവർ അവരുടെ ജീവൻ രക്ഷിക്കാനായി അഭയം തേടിയ പള്ളിയാണ് ആക്രമിച്ചതെന്ന് പാത്രിയാർക്കേറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു. അബദ്ധത്തിൽ പറ്റിയതാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് അക്കാര്യത്തിൽ ഉറപ്പില്ല എന്ന് ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിറ്റ്സബെല്ല വത്തിക്കാൻ ന്യൂസിനോട് പറഞ്ഞു. പ്രാദേശിക സമയം രാവിലെ 10:30 ആക്രമണം നടന്നത്. ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ റൊമാനെല്ലിയും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു. അതേസമയം പള്ളി ആക്രമണ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവുമായി സംസാരിച്ചതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് അറിയിച്ചു. കത്തോലിക്ക പള്ളിയിൽ ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ തെറ്റായിരുന്നു. അക്കാര്യം ട്രംപിനെ നെതന്യാഹു അറിയിച്ചുവെന്ന് ലീവിറ്റ് പറഞ്ഞു. ആക്രമണത്തെ അപലപിച്ച് വത്തിക്കാനും രംഗത്തെത്തിയിരുന്നു. മാർപ്പാപ്പയുടെ ആശ്വാസവാക്കുകളോട് നെതന്യാഹുവിന്റെ ഓഫീസ് നന്ദി പ്രകടിപ്പിച്ചു.